ഇത് എന്റെ തെറ്റുകൊണ്ടല്ല. ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇയാളാ. കേസ് എടുക്കേണ്ട ഇയാളുടെ പേരിലാ. ആരുടെ പേരിൽ കേസ് എടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പോരല്ലോ സർ. കേസ് എടുക്കേണ്ടതിന് മിനിമം ഒരു രീതിയൊക്കെ ഇല്ലേ? ഇയാൾ ഈ രാവിലെ തന്നെ മദ്യവെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഒന്ന് മീറ്റർ റീഡ് ചെയ്ത് നോക്കിയേ. എന്ത്? ഇവിടെ ഊതിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. താൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ല സർ. പിന്നെന്താ സ്മെല്ല്? അത് പിന്നെ ഇന്നലെ. രാമേന്ദ്ര സർ. ഇയാൾ അകത്തേക്കുണ്ടോ? സർ വരൂ. അകത്തേക്കല്ല, മെഡിക്കൽ ചെക്കപ്പിനാ കൊണ്ടുപോകേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിൽ ആൽക്കഹോളിന്റെ അംശം എത്ര ഉണ്ടെന്ന് അറിയണം. താനിത് പ്രശ്നമാക്കണ്ട. അയാൾ ആരാണെന്ന് അറിയാമല്ലോ. ACPയുടെ ഡ്രൈവറാ. എന്ന് വെച്ചാ ദേവപ്രഭ മേഡത്തിന്റെ കുടുംബകാര്യങ്ങൾ വരെ നോക്കുന്നത് ഇയാളാണ്. സോ വാട്ട്? ഏത് മഹാരാജാവിന്റെ ഡ്രൈവർ ആയാലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പോലീസ് കമ്മീഷണർക്ക് എന്താ പ്രത്യേകിച്ചൊരു നിയമമുണ്ടോ? എന്റെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം മുൻവൈരാഗ്യം വെച്ച് താൻ വണ്ടി കൊണ്ട് നെടിച്ചതല്ലേ? അല്ല, ഇത് മാഡത്തിന്റെ ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അല്ല സാറേ, ഇത് എന്റെ തെറ്റല്ല. ഇയാള് മനഃപൂർവ്വമാണെന്ന് എനിക്കും സംശയമുണ്ട്. വണ്ടി തട്ടിയപ്പോ മുതല് ഇയാള് മാഡത്തെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക. ഞാനൊരു അധ്യാപകനാ. സംസ്കാരമില്ലാത്ത ഒരു വാക്കും ഞാൻ ഉപയോഗിക്കില്ല. ദേവപ്രഭ സാറിന്റെ വണ്ടിയാണെന്ന് പറഞ്ഞപ്പം ഏത് ദൈവത്തിന്റെ പ്രഭയാലും പേടിയില്ലെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ തെറ്റിയാത്ത ഞാൻ എന്തിനാ പേടിക്കുന്നേ? താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും. അതെങ്ങനെ ശരിയാവാ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ദൃക്സാക്ഷികളുണ്ട്. പിന്നെ നിങ്ങളുടെ അധികാരം വെച്ച് എന്നെ വേണമെങ്കിൽ തല്ലി കുറ്റം സമ്മതിപ്പിക്കാം. പക്ഷേ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണേ. താൻ എന്താണോ ഇപ്പൊ പറഞ്ഞു വരുന്നത്? എന്നെ കോടതി കയറ്റുവന്നോ? ഞാൻ ഇയാളെ കോടതി കയറ്റും. എനിക്കെതിരെ കള്ളക്കേസ് ചമച്ച മേഡവും ചിലപ്പോ കോടതി കയറേണ്ടി വരും. ഇത്തരം ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഞാൻ കോടതി കയറേണ്ടി വന്ന പിന്നെ താൻ എന്റെ സർക്കിളിന്റെ പരിധിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, എന്നെ പോലൊരു സാധാരണക്കാരൻ അതിന് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും സർക്കാരിന് ടാക്സ് അടച്ച് തന്നെ വണ്ടി കൊണ്ടു നടക്കുന്നത്. വയറ്റിപ്പിഴപ്പിന് ടാക്സി ഓടിക്കുന്നവരെ വരെ നിസ്സാര കാര്യത്തിന് പിടിച്ച് പെറ്റിയടിപ്പിക്കുന്ന നിങ്ങള് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഇയാൾക്ക് കൂട്ടു നിൽക്കുന്നത് ശരിയല്ല. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഇതുപോലത്തെ താന്തോന്തങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുന്നോ? ജേക്കബ്, ഇയാളെ കൂടെ മെഡിക്കൽ എടുക്ക്. ഇനി എന്തിനാണ് മിഴിച്ചു നിൽക്കുന്നത്? ഇറങ്ങിപ്പോ. ഞാൻ പോവാം, പക്ഷേ എനിക്കൊരു തീരുമാനം അറിയണം. എന്ത് തീരുമാനം? എന്തായാലും ഞാൻ മോശപ്പെട്ട ആളാ. അത്രയൊരു ഭാഷയാ മേഡം മുമ്പ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒന്നുകിൽ ഇത് കേസാക്കണം, അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ ഡാമേജ് അങ്ങ് തീർത്തു തരണം. മേഡം ഒരു മറുപടി പറഞ്ഞ എനിക്കങ്ങ് പോവായിരുന്നു. വണ്ടി നന്നാക്കാൻ എന്ത് ചെലവായാലും അത് ഞാൻ തരും. പക്ഷേ ആ കാശ് ഞാൻ നിനക്കിടുന്ന വിലയാ. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിന്റെ വില അതോർത്തു വെച്ചോ. ഗീതമ്മേ, ആതൃസേവൻ എന്ന് പറയുന്നത് ഒരു ജോലിയല്ല. അത് ഈശ്വരൻ പറഞ്ഞു വിട്ടതുപോലെ ഒരു നിയോഗമാണ്. തടയുന്നത് ശരിയാണോ? പ്രസവരക്ഷയും പ്രസവം എടുക്കലും ഒക്കെയല്ലേ അവളുടെ ജോലി. അത് തന്നെ ഒരു നാണം കെട്ട പണിയാ. നിർത്താൻ പറ അവളോട്. എന്നിട്ട് വല്ല ചൊറിക്കോ ചെരങ്ങിനൊക്കെ ചികിത്സിക്കാൻ പറ. ഗീതച്ചി, വേറെ എന്തു പറഞ്ഞാലും ഞാൻ സഹിക്കും. എന്റെ പ്രൊഫഷനെ മാത്രം കുറ്റം പറയരുത്.
നിങ്ങളുടെ ഈ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ഫ്രസ്ട്രേഷൻ? നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് വളരെ ക്ലീൻ കട്ടായിട്ട് തന്നെ പറയാം. പ്രസവ രക്ഷയല്ല, പ്രസവത്തിന് മുൻപുള്ള രക്ഷയ ഒരു ഗൈനക്കോളജിസ്റ്റ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡോക്ടറെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായില്ല. പിന്നെ നിങ്ങൾ കളിയാക്കി പറഞ്ഞ ഈ പ്രസവം എടുക്കല്, ഒരു ചോര കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അതിനെ കൊണ്ടു ചെന്ന് അടുത്ത് കിടത്തി പാല് കൊടുക്കുമ്പോൾ ഒരുപാട് അമ്മമാര് സന്തോഷം കൊണ്ട് കരയുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. നൊന്തു പ്രസവിച്ചതിന്റെ ആ ഒരു സന്തോഷവും നിങ്ങൾക്കില്ലാതെ പോയി. ചൊറിയും ചിരങ്ങും വന്ന മനസ്സും വെച്ച് ഗീതേച്ചി എന്റെ പ്രൊഫഷനെ ചൊറിയരുത്. അഭി, അതിന് വിട്ട് സംസാരിക്കരുത്. സംസാരിക്കും. എന്റെ ജീവനേക്കാളും ജീവിതത്തെക്കാളും വലുതാ എനിക്കെന്റെ പ്രൊഫഷൻ. കാശിനു വേണ്ടി കാരുണ്യം വിൽക്കുന്ന ആളല്ല ഞാൻ. ഈ പ്രസംഗം കേട്ടോണ്ട് നിൽക്കാതെ ഇവളോട് കാര്യം പറ കാർത്തി. നീ ആതുര സേവനം ഒരു പുണ്യമാണ്. ഞാനും അത് ചെയ്യുന്ന ആളല്ലേ. അഭിക്ക് ജോലി ചെയ്യണമെന്നല്ലേ ഉള്ളൂ. നമുക്ക് ഈ വീടിൻ്റെ ഒരു പോർഷനിൽ ക്ലിനിക്ക് ഇടാം. നല്ല ഡോക്ടറാണെന്ന് പേര് കേൾപ്പിച്ചാൽ എവിടെ ഇരുന്നാലും ആൾ വരും. എനിക്ക് സമ്മതം. പക്ഷേ കാർത്തിക്കും മറ്റെങ്ങും പോകാൻ പാടില്ല, ഇവിടെ തന്നെ ഉണ്ടാവണം. കാർഡിയോളജിയും കൂടി ആവുമ്പോൾ ഒരുപാട് രോഗികൾ വരും. അപ്പോ നെഞ്ചത്തലച്ച് കരച്ചിലും പ്രസവ വേദനയുടെ കരച്ചിലും കുട്ടികളുടെ കരച്ചിലും ഒക്കെ ആയിട്ട് വീട്ടിലെ ആൾക്കൂട്ടവും ബഹളവും ഒരു പൂരപ്പറമ്പ് പോലെ ആവും. നല്ലതാ, സമ്മതിച്ചോ? പരിഹാസം കേട്ടില്ലേ കാർത്തി? നീ പരിഹസിച്ചത് കേട്ടില്ലേ? പരിഹസിക്കുന്നത് ഒരു ശീലം അഭിക്ക്. ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് പരിഹസിക്കപ്പെടാൻ അവസരം ഉണ്ടാക്കരുത്. വീട്ടിൽ ക്ലിനിക്ക് നടത്താൻ ജലദോഷപ്പനിക്കൊന്നും അല്ല നമ്മൾ രണ്ടുപേരും ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ വാശി പിടിച്ച് ഒരു തോൽവിക്ക് നിന്നു കൊടുക്കരുത്. അപ്പോ നീ പോവും? സംശയം എന്താ? ഞാൻ പോവും. എന്നെ കൊന്നിട്ടേ നീ പോവൂ. അതൊക്കെ വലിയ പണിയാവും ഗീതേച്ചി. ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്താടാ ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ചാവണമെന്നാ അവൾ പറഞ്ഞിട്ട് പോയത്. ഞാൻ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അഭി എന്തെങ്കിലും തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് മാറില്ല. ഞാനും അങ്ങനെ തന്നെയാ. എന്നോട് അവളൊന്ന് മത്സരിക്കട്ടെ, മത്സരിച്ച് നോക്കട്ടെ. പോയി കിടന്നൂടെ കുട്ടി? നാളെ രാവിലെ പോകാനുള്ളതല്ലേ. എനിക്കൊരു ഭയപ്പാടാ ടീച്ചറെ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഓർക്കുമ്പോൾ എന്തോ ഒരു പേടി. പേടിക്കാൻ ഒന്നുമില്ല മോളെ. അമ്മയാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. എന്താ? കുട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പേടിയാണെന്ന്. അമ്മയാകാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്ന് പറയായിരുന്നു ഞാൻ. എല്ലാവർക്കും കിട്ടുമോ ആ ഭാഗ്യം? മക്കളുണ്ടാവുന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല. കാലണയ്ക്ക് കൊള്ളാത്ത മക്കളുണ്ടായ വെറുതെ തീ തിന്നാമെന്ന് മാത്രം. ബാലേട്ടന്റെ അനുഭവം ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാവർക്കും. മാതാപിതാക്കളുമായിട്ട് സ്നേഹത്തോടെ കഴിയുന്ന എത്രയോ മക്കളുണ്ട്. ഉണ്ടാവും. പക്ഷേ അധികം പേരും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി സ്നേഹം അഭിനയിക്കുക. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന് പറയും പഴമക്കാര്. അത് സത്യമാണ്. ആ സത്യവുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെട്ടതാ ഞാൻ.
അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്ത പുംസവനാദിക്രിയകളും ചെയ്ത് കാമാന്തദാനങ്ങളും ചെയ്തിതു നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. എന്താടാ? ബാലകാന്ഡം, ശ്രീരാമാവതാരം അല്ലേ? രാമൻ മാത്രമല്ല, 4 പേരും. ജനനം വർണ്ണിക്കുമ്പോൾ എഴുത്തച്ഛന്റെ ഭക്തി നമുക്ക് അനുഭവിച്ചറിയാം. അങ്ങനെയാ വരികള്. ഓരോ ജനനവും ഓരോ അവതാരങ്ങളാണോ ഉണ്ണിയമ്മേ? ഭഗവാൻ ശ്രീരാമൻ പൂർണ്ണ അവതാരം, ബാക്കിയൊക്കെ അംശങ്ങളായിരുന്നു. സാധാരണ മനുഷ്യരുടെ ജനനം അവതാരാവില്ല, അത് ഭഗവാന്റെ അനുഗ്രഹ. അങ്ങനെ ഒരാള് ഭൂമിയിലേക്ക് വരാൻ പോവാ. ഉണ്ണിയമ്മയെ അപ്പൂപ്പാന്ന് വിളിക്കാൻ. ആണോ? ഡേറ്റ് പറഞ്ഞോ? ആ, നാളെ അഡ്മിറ്റ് ചെയ്യാ. അത് പറയാൻ വന്നപ്പോ ഒരു നിമിത്തം പോലെ ഭഗവാന്റെ ജന ഉണ്ണിയമ്മ വായിച്ചോണ്ടിരിക്കുന്നത്. അപ്പ ആൺകുട്ടിയായിരിക്കും തീർച്ചയാ. കുട്ടിയാണായാലും പെണ്ണായാലും അതിന് ലാളിക്കാനുള്ള ഭാഗ്യം അതിന്റെ അച്ഛനില്ലാതെ പോയി. അത് ഓരോ ജന്മത്തിനും ഓരോ വിധിയുണ്ട് മോനെ. നീ നോക്കിക്കോ, കാലം മാറ്റാത്ത കലഹങ്ങൾ ഉണ്ടാവില്ല. അനന്തു, വീടും സ്ഥലവും പണയപ്പെടുത്തുന്നത് നമ്മുടെ അത്യാവശ്യത്തിനാ. പക്ഷേ ചതി പറ്റാതെ നോക്കണം. ചതി പറ്റാതെ എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ഥലവും വീടും പണയം എടുത്ത് പണം തരുന്നത് ആരാ, എന്താ എന്നൊക്കെ അറിയണം. പറ്റിക്കപ്പെടരുത്. ഈ പലിശക്കാരല്ലേ അധികവും ആർത്തിക്കാരായിരിക്കും. പണയം വെക്കുന്ന പ്രോപ്പർട്ടി കൈക്കലാക്കാനേ അവർ നോക്കുള്ളൂ. അത് തന്നെയാ അനന്തു ഞാനും പറഞ്ഞത്. അഴകത്തെ വീട് ഒരു കാരണവശാലും നമ്മുടെ കൈവിട്ടു പോകരുത്. എത്ര കോടിയുടെ സ്വത്താ. അതിന്റെ ഒരു അവകാശി നമ്മളും കൂടിയാ. അത് ഓർമ്മ വേണം. നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ പണയം എടുത്തിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അല്ലേ? അനിയേട്ടന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. കോടിക്കണക്കിന് രൂപ റിയൽ എസ്റ്റേറ്റിൽ മുടക്കുന്ന ആളാ. അനിയേട്ടൻ പറഞ്ഞാ എത്ര കാശ് വേണമെങ്കിലും തരും. രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. എന്നാ പിന്നെ നമുക്ക് ആ വഴിക്ക് തന്നെ നോക്കിയാലോ? എന്തായാലും കാര്യം നടന്നാ പോരെ? ഞാൻ ആളെ കൊണ്ടുവരാം. പക്ഷേ ഞാൻ കൊണ്ടുവരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അനന്ത് കൊണ്ടുവരുന്ന ആളാണെന്ന് പറഞ്ഞാ മതി. ഞാൻ വല്യേട്ടനോട് സംസാരിക്കുക ഈ കാര്യം. ഞാൻ പോട്ടെ അബി. സാധാരണ എന്നോട് യാത്ര പറയാറില്ലല്ലോ, ഇന്നെന്താ പ്രത്യേകത? പ്രത്യേകതയല്ല, എന്റെ പേടി. സത്യത്തിൽ നീ ഉൾപ്പെടെ ഈ വീട്ടിലുള്ളവരെ മുഴുവൻ എനിക്ക് പേടിയാ. എന്നെ കാർത്തിക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കാർത്തിക്കിന്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു വരാറില്ല ഞാൻ. എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പറയുന്ന ഈ സംസാരം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഞാൻ പോവാന്ന് നിന്നോട് യാത്ര പറഞ്ഞ എന്തിനാണെന്നറിയോ? ഞാൻ പോയി കഴിഞ്ഞ് നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു അത്.
ദയവ് ചെയ്ത് എനിക്ക് മനസ്സമാനക്കേട് ഉണ്ടാക്കരുത്. കാർത്തിക്, ഞാനൊരു വഴക്കാളിയല്ല. എന്നോടാരും വഴക്കിന് വരാതിരുന്നാ മതി. വരില്ല. ഇനി അഥവാ വന്നാലും എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ അഭിക്ക്? തീർച്ചയായും വഴക്കിന് വന്നാലും ഞാൻ പ്രതികരിക്കില്ല. പോരെ? മതി, ധാരാളം മതി. പക്ഷേ ജോലിക്ക് ഞാൻ പോവും. കുറച്ചു ദിവസം കഴിയട്ടെ അഭി. അത് പറ്റില്ല. ഹോസ്പിറ്റലിൽ എനിക്ക് പോയേ പറ്റൂ. എന്നെ വിശ്വസിച്ച് മാത്രം അഡ്മിറ്റായ ഒരുപാട് പേരുണ്ട്. OPയിൽ എന്നെ കാണാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന രോഗികളുണ്ട്. 1 മണിക്കൂർ നേരത്തെ ഞാനിവിടെ എത്തിയാൽ അവർക്ക് അത്രയും സന്തോഷം. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റ് അല്ലേ കാർത്തിക്? ഒരു പേഷ്യന്റിനോട് വിശ്വാസവഞ്ചന ചെയ്യാൻ കാർത്തിക്കിന് കഴിയോ? അല്ല അഭി, അത് ഞാൻ... കാർത്തിക് ഒന്നും പറയണ്ട. ഞാനൊരു വഴക്കുണ്ടാക്കില്ല. അതുപോലെ എന്നോട് വഴക്കുണ്ടാക്കരുതെന്ന് കാർത്തിക് അവരോടും പറയണം. മറ്റൊന്നും വേണ്ട. എന്റെ ജോലിയിൽ എനിക്ക് തടസ്സം നിൽക്കാതിരുന്നാ മതി. മോനെ, നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഗീതമ്മയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്. അവള് ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ല. ആർക്ക് വേണ്ടിയാ ഗീതമ്മ പട്ടിണി കിടക്കുന്നത്? അഭിരാമി ഇതിലെങ്കിലും പോട്ടെന്ന് വിചാരിച്ചാ പോരെ? പോരാ. അവള് പറയുന്ന അനുസരിക്കാതിരുന്ന അവക്ക് വിഷമം വരും. അന്യ വീട്ടിൽ നിന്ന് വന്ന പെണ്ണല്ലേ അമ്മേ അഭി. അവള് വളർന്നത് മറ്റൊരു സാഹചര്യത്തിലായിരിക്കും. ഗീതമ്മയെ ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ, അതുപോലെ. പോരാ, അവളും അനുസരിക്കണം. അടിയോടി പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട്. അഭിരാമിയുടെ കാൽവരവ് ദോഷോ? അതെ മോനെ, പ്രസവം കഴിഞ്ഞാൽ 16 ദിവസം വാലായ്മയുണ്ട്. പ്രസവം എടുക്കുന്നവർക്കും അത് ബാധകമാണോ? അടിയോടി പ്രത്യേകം പറഞ്ഞു. അത് നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? സ്ഥിരം ശുദ്ധികേടായി വരുന്ന ഒരു പെണ്ണ അവള്. വിളക്കിന് മുന്നിലൂടെ അവള് പോകുമ്പോ പേടിയാ എനിക്ക്. നിർത്തണം. ഈ ജോലി നിർത്തിയിട്ട് വല്ല പനിക്കോ ചുമക്കോ ജലദോഷത്തിനോ ഒക്കെ ചികിത്സിക്കട്ടെ. അതും വീട്ടിലിരുന്ന് മതി. ഇതാണ് എന്റെ തീരുമാനം. നിനക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം. ഞാൻ ആരെയും എതിർക്കുന്നില്ല. ഈ വീട്ടിലൊരു വഴക്കുണ്ടാവരുത്, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എങ്കിൽ നീ ഭാര്യയെ വീട്ടിലിരുത്തണം. എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഭാര്യയോട് മാത്രമല്ല, അമ്മയോടും ഗീതമ്മയോടും. ഇനി നിങ്ങളുടെ ഇഷ്ടം. അതെ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ആരെ? എന്നെയോ? അതെ. ഞാൻ വരുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റി? അത് ഊഹിച്ചു. ഈശ്വര കടാക്ഷം ഉള്ളതുകൊണ്ട് ഞാൻ ഊഹിക്കുന്ന പലതും സത്യമാകാറുണ്ട്. നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥന അങ്ങ് നിർത്തുക. കാര്യം പറ. എനിക്ക് പെങ്കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോകാനുള്ളതാ. അതിന് തന്നെയാ ഞാനും വന്നത്. ദാ ഇതങ്ങോട്ട് പിടിക്കുക. ജപിച്ച ചരടാ. ഇതെന്തിനാ എനിക്ക്? ഇത് കാർത്തൂനല്ല, ബാലാമണിക്കാ. ഇത് അവളുടെ കൈ കെട്ടി കൊടുക്കണം. നിങ്ങൾക്ക് കൂടോത്രം ഉണ്ടോ? അയ്യോ, ഇത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് 108 മന്ത്രങ്ങൾ ഉരുവിട്ട് ജപിച്ച ചരടാ. സർവദോഷ സംഹാരി. സുഖപ്രസവം ഉണ്ടാവും. എന്റെ പ്രാർത്ഥനയുടെ പുണ്യം മുഴുവൻ ഞാനിതിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്. അപ്പ ഇത് കെട്ടാതിരിക്കുന്നതാ നല്ലത്. ഉണ്ടാകുന്ന കൊച്ചിന് വരെ ദോഷാവും. ഇങ്ങനെ ഒന്നും പറഞ്ഞെന്നെ വിഷമിപ്പിക്കരുത്. ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ ചരട് മോളുടെ കൈ കെട്ടിക്കൊടുക്കണം. ഞാൻ തന്നാണെന്ന് പറയരുത്. പറഞ്ഞ അവള് കെട്ടില്ല.
അയ്യോ അത്രക്കിഷ്ടാ, അതുകൊണ്ടാ. ഇഷ്ടം അവള് പുറത്തു കാണിക്കാത്തതായിരിക്കും. എന്നെപ്പോലൊരു സാത്വികന്റെ മകളാകുന്നത് തന്നെ ഒരു ഭാഗ്യല്ലേ? തീർച്ചയായും ആ ഭാഗ്യാണ് അവൾ ഇത്രയും കാലം അനുഭവിച്ചത്. എന്തായാലും കൊണ്ടുവന്നല്ലേ, ഇങ്ങ് തന്നേക്ക്. കാർത്തൂനും ഞാൻ ഒരെണ്ണം ജപിച്ചു തരണ്ട്. എന്തിന്? എന്റെ മോളെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എന്റെ ദൈവിക അംശത്തിൽ ഒരല്പം ചരടിലാക്കി തരുന്നതിൽ എന്താ തെറ്റ്? ഇതിനൊക്കെ മറുപടി പറയണമെങ്കിലേ അസൽ കടപ്പുറം ഭാഷ ഉപയോഗിക്കണം. അതെന്നെ കൊണ്ട് പറയിക്കരുത് നിങ്ങൾ. അല്ലാതെ ആനന്ദിനോട് പോലും ഈ സത്യം വെളിപ്പെടുത്തണ്ട. അവൻ എന്നെ കളിയാക്കും. എന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം വരും. ബാലേട്ടൻ വരുന്നില്ലേ? ഞാൻ വന്നോളാം. ഇന്ന് അഡ്മിറ്റ് ചെയ്യുമെന്ന് കരുതി ഇന്ന് തന്നെ ഡെലിവറി ഒന്നും ഉണ്ടാവില്ല. നോർമൽ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. എങ്ങനെയായാലും വേണ്ടില്ല, കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാതിരുന്നാ മതി. പ്രാർത്ഥിക്കാം, നമുക്കതല്ലേ പറ്റൂ. അതെന്താ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ബാലാമണിയെ പരിശോധിച്ചിട്ട് സുജാത എന്താ ബാലേട്ടനെ മാറ്റി നിർത്തി പറഞ്ഞത്? ചെറിയ എന്തോ പ്രശ്നങ്ങളുണ്ട് ടീച്ചറെ. സാരമില്ലായിരിക്കും.